ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ആകെ പുറത്ത് ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണല്ലേ ജബ്രിയുടെ ഒരു ലവ് കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം കമ്മിറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കുറേ ലീലാവിലാസങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാസ്മിന് കമ്മിറ്റഡ് ആയിട്ടുള്ള അഫ്സൽ എന്ന് പറയുന്ന ആൾ ഇതിനെക്കുറിച്ച് എന്താ പറയണേ, ആളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ അറിയണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ആൾ ഇതിനെക്കുറിച്ച് ഒരു വോയിസ് ക്ലിപ്പ് ആളുടെ ഫ്രണ്ടിൻ്റെ ചാനൽ വഴി ഇട്ടിരിക്കാനായിട്ടാ. അപ്പോൾ എന്താണ് അഫ്സലിന് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടോക്കാം. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം. പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക്, അതിനെല്ലാത്തിനുള്ള ആൻസർ ചിലപ്പം എൻ്റെ ഈ വോയിസിൽ കാണുമായിരിക്കാം. എൻ്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ്. അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിയുന്നൊരു സംഭവമാണ്. ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായം തന്നെയാണ്. പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിൽ ലൈവിൽ അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് എടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ്. പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അതവൾ അവിടെ പറഞ്ഞു, അതവൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതവളോട് പറഞ്ഞു. അങ്ങനെയാണ്, കല്യാണം ഉറപ്പിച്ചു, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതുവായിട്ടുള്ളൊരു കോൺവെർസേഷൻ. അതിലവൾ പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ്. പക്ഷെ അത് സത്യമല്ല. അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക, അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അവൾക്കെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക, അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ. അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ ശ്രീതുവിന് മുമ്പിലും രശ്മിൻ്റെ മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി. കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണറാണ്, പിന്നെ പറയുന്നു വേറെയുള്ളവരടുത്ത് പറയുന്നു. അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി. പിന്നെ അവൾ കരഞ്ഞു വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ. ഇതിപ്പം കറണ്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം, അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം എഫക്റ്റായ അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ്. കാരണം എനിക്കറിയില്ല, എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഓക്കെ, അതിന് ഞാൻ എന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ ഇതിപ്പം എക്സ്ട്രീം ആവുന്നൊരു സംഭവമാണ്. കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട്, അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട്, അവളുടെ ഫാമിലിക്കൊരിതുണ്ട്. അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറണ്ടിൽ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല. അതൊരു ലവ് മാരേജ് തന്നെയാണ്, ലവ് കം അറേഞ്ച്ഡ് ആണ്. അത് അവൾക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം, അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ അതൊക്കെ ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന്. ഇതിപ്പോൾ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലല്ല, ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട്. അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും. പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പോസ് വരാൻ, അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും, അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ പേരവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ. പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു. ഇത്രയും പ്രശ്നങ്ങളായി, ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിൽ
എനിക്കൊന്നും അറിയില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല. അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന, അവളുടെ ഫാമിലിയെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക വിളിച്ച് സാരമില്ല പോട്ടെ വിഷമിക്കണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളൂ. കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയോ അവളുടെയോ കല്യാണ കാര്യം, അതും ഒരു ചർച്ചയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട്. അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി, അത് ഞാനായാലും അല്ലെങ്കിൽ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം. പക്ഷെ ഇത്രയും മോശം സ്ഥിതിയിൽ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ പല ഗെയിം എലിമെൻസും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം അതങ്ങനെയല്ല അവളങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. കാരണം പല എലിമെൻസ് അവൾ കാണിക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ അത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം എനിക്കറിയില്ല. ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോവാത്തത്, അവൾ പോകുന്ന മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെടുത്തേ വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ്. ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി, ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവൾ വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും, പക്ഷെ അത് വേറൊരു ടോപ്പിക്കാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ. അതിനെപ്പറ്റി പറയണ്ട. കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ്. അവളുടെ പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യവും എനിക്കറിയാം. അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല. അത് അവളായിട്ട് വന്ന് അതിൻ്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കാം. അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം. പിന്നെ ഞാൻ ഒരിക്കലും അവള് ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഒരിക്കലുമില്ല. അതിൽ അവൾ നല്ലൊരു ഗെയിമറാണ്. അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും. പക്ഷെ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. അവൾ പുറത്തിറങ്ങുമ്പം ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും എന്നുള്ളത് പോലും എനിക്കറിയില്ല. അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവള് ഷോയിൽ കയറുന്ന മുമ്പേ അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ്. അപ്പം ഞാനും കുറേ കാര്യങ്ങൾ അതിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുക്കണം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് മാത്രം തന്നെ കളിക്കണം, ആരെയും വിശ്വസിക്കരുത്, നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് പറയാൻ പറ്റില്ല, ഔട്ട് എങ്ങനെയാ വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഷോയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം, മാക്സിമം നെഗറ്റീവായിട്ടും വരാം. ഇപ്പം ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം അതങ്ങനെയാണോ അല്ലെങ്കിൽ എന്തിനാ അതങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം വരെ ഉണ്ട്. ഇതിലിപ്പം എടുത്തു പറയാൻ ഒന്നുമില്ല. കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലോ ഒന്നിനും കാര്യമില്ല. കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അവൾ അവിടെ വേണോ വേണ്ടെന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം പബ്ലിക്കാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക, അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി. എന്താണെന്ന് ഒരു പിടിയില്ല. ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ, പുറത്ത് എന്താണെന്നുള്ളൊരു സംഭവം ഉണ്ടോ, ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവളവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് പോലും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിക്ക്
ജാസ്മിൻ്റെ സ്വഭാവം കറക്റ്റായിട്ട് ഇതിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവളൊരു പെണ്ണായതുകൊണ്ട് തന്നെ അവനും കൂടിയും അവൾക്കെതിരെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൾ പുറത്തിറങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ അവനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ കാര്യമായാലും വീട്ടിലിപ്പോൾ സംസാരിക്കുകയാണ്, അപ്പോൾ എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അവരുടെ നിക്കാഹ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാസ്മിനെ കുറച്ച് ന്യായീകരിച്ചും അവൾ അങ്ങനെ അറിഞ്ഞില്ല, പിന്നെ എന്താ അവൾക്ക് പറ്റി, പിന്നെ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായിരിക്കും വരുമ്പോൾ നടക്കുക എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.